പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ആഷ്ലി വെസ്റ്റ്വുഡുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞുപോയ സീസണിൽ ആഷ്ലി വെസ്റ്റ്വുഡിന്റെ വരവിന് ശേഷം മികച്ച പ്രകടനമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരേ ഒരു മത്സരത്തിൽ മാത്രമായിരുന്നു ആഷ്ലി വെസ്റ്റ്വുഡിന്റെ കീഴിൽ പരാജയപ്പെട്ടിരുന്നത്. കഴിഞ്ഞ സീസണിൽ റെലഗേഷനിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിച്ചൊരു പരിശീലകൻ തന്നെയാണ് ആഷ്ലി വെസ്റ്റ്വുഡ്. ഈ വരാൻ പോകുന്ന സീസണിൽ ആഷ്ലി വെസ്റ്റ്വുഡ് കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നുള്ളത് ആരാധകരുടെയൊക്കെ സംശയമാണ്. നിലവിൽ ആഷ്ലി വെസ്റ്റ്വുഡുമായി ബന്ധപ്പെട്ട ഒരുപാട് റൂമറുകളും പുറത്തു വരുന്നുണ്ട്. ഇപ്പോഴത്തെ ആഷ്ലി വെസ്റ്റ്വുഡ് കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വരുന്ന സീസണിലേക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ സൈനിങ്സ് ഒന്നും നടത്തിയിട്ടില്ല. ആദ്യം തന്നെ പരിശീലകനായിട്ടുള്ള ആഷ്ലി വെസ്റ്റ്വുഡിനെ നിലനിർത്തുക എന്ന് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥ കൈമാറ്റം ഉടൻ തന്നെ പൂർത്തിയാകും. അതിനുശേഷം മാത്രമായിരിക്കും ടീമിലെ മറ്റ് നീക്കങ്ങളെല്ലാം നടന്നേക്കുക. ഇനി ആഷ്ലി വെസ്റ്റ്വുഡിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തന്നെ തുടരും. മാത്രമല്ല ആഷ്ലി വെസ്റ്റ്വുഡിന്റെ കാര്യത്തിൽ പുതിയ ഉടമസ്ഥർ തൃപ്തരാണ്. അതുകൊണ്ട് തന്നെ ആഷ്ലി വെസ്റ്റ്വുഡിനെ ക്ലബ്ബ് നിലനിർത്താൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. ആഷ്ലി വെസ്റ്റ്വുഡിനായാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ തന്നെയാണ് താല്പര്യം. അടുത്തൊരു വാർത്ത, ലാലിഗയിൽ ഇന്നലെ FC ബാഴ്സലോണ എൽചെ മത്സരമായിരുന്നു. അങ്ങനെ ആ ഒരു മത്സരത്തിൽ ഏകപക്ഷീയമായ 5 ഗോളിന്റെ ഒരു വമ്പൻ വിജയമാണ് ബാഴ്സലോണ സ്വന്തമാക്കിയിരിക്കുന്നത്. ലാലിഗയിൽ മികച്ചൊരു തുടക്കം തന്നെ ബാഴ്സലോണയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. മത്സരത്തിൽ മിന്നും പ്രകടനമായിരുന്നു ബ്രസീലിയൻ സൂപ്പർ താരമായിട്ടുള്ള റാഫീന കാഴ്ചവെച്ചിരുന്നത്. മത്സരത്തിൽ ഗോൾ നേടിയതിനു ശേഷം സ്പൈഡർമാന്റെ ഒരു സെലിബ്രേഷൻ റാഫീന നടത്തിയിരുന്നു. അതിന് പിന്നിലുള്ള കാരണം ഇപ്പോൾ മത്സരശേഷം റാഫീന പറഞ്ഞിരിക്കുകയാണ്. റാഫീന പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എന്റെ ഒരു സെലിബ്രേഷൻ എന്റെ മകന് വേണ്ടിയുള്ളതായിരുന്നു. ഇങ്ങനെ ചെയ്യാൻ വേണ്ടി അവനാണ് എന്നോട് ആവശ്യപ്പെട്ടത്. അവന് സ്പൈഡർമാനെ വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ താൻ ഗോളടിച്ചാൽ ഈ ഒരു സെലിബ്രേഷൻ നടത്തണമെന്ന് അവൻ എന്നോട് പറഞ്ഞു എന്നാണ് റഫീന പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ഗോളും ആ ഒരു സെലിബ്രേഷനും തന്റെ മകന് വേണ്ടിയുള്ളതാണ്. മാത്രമല്ല ടീമിന്റെ ഈ ഒരു മികച്ച പ്രകടനത്തിൽ താൻ സന്തോഷവാനാണ് എന്നും റാഫീന പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.